ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാനും എൻ്റെ ചേച്ചിയും കൂടിയായിട്ട് കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ തലയൊന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോയത് വേറൊരിടത്തുമല്ല, നമ്മുടെ ശാസ്തമംഗലത്തുള്ള റോഷ്നി സലൂണിലാണ് ഗൈസ്. അവിടെ പോകാനുള്ളൊരു മെയിൻ കാരണം ഞാൻ പറയാം, അവിടുത്തെ ആംബിയൻസ് ആണ്. വേറൊന്നുമല്ല ഗൈസ്, നമുക്കിപ്പം ബാക്കിയുള്ള സലൂണിലൊക്കെ കയറി ചെല്ലുമ്പം ഈ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ പറയുക, ഭയങ്കര ഇറിറ്റേഷനാവും. എനിക്കാണെങ്കിൽ ഒട്ടും പറ്റാത്ത കാര്യമാണ്. അപ്പം ഇതിവിടെ എന്ന് പറയുമ്പോൾ നല്ല സുഖമാണ് ഗൈസ്. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര കാം ആൻഡ് ക്രിയേറ്റാണ് ഗൈസ്. അത് ഞാനിപ്പം എന്താ പറയുക, അവിടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ അവിടുത്തെ കസ്റ്റമർ സർവീസ്, സ്റ്റാഫ് കസ്റ്റമേഴ്സിനോട് ബിഹേവ് ചെയ്യുന്നതൊക്കെയാണ് ഗൈസ്. നമ്മുടെ ഇതെൻ്റെ ഫസ്റ്റ് ആൻഡ് ഹാൻഡ് വാഷിങ് ഫസ്റ്റ് എൻ്റെ ഹെയർ വാഷ് ചെയ്ത് റോഷ്നിയിലാണ് കേട്ടോ. സ്ഥലം അവിടെ മളിച്ച് പറഞ്ഞത് ശാസ്താംകോവിൽ, സോറി ശാസ്തമംഗലത്താണ് ഗൈസ്. ഗൈസ് ഇപ്പം ഷാമ്പൂവും കണ്ടീഷണറും ഇട്ട് ഹെയർ വാഷ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇവിടെ 5 മിനിറ്റ് കിടക്കാം ഗൈസ്. കണ്ട എൻ്റെ മുടി. അങ്ങനെ ഗൈസ് ഹെയർ വാഷൊക്കെ കഴിഞ്ഞിട്ട് നനഞ്ഞ കോഴീനെ പോലെ ഞാൻ ഇവിടെ ഇരിക്കണുണ്ടാ. ഇത് കഴിഞ്ഞൊരു തലയൊരു പിടുത്തമുണ്ട് ഗൈസ്. കാരണം ഈ ഒരു ഹീറ്റർ വെച്ചിട്ട് തല ഒന്ന് ഹീറ്റ് ചെയ്തതിന് ശേഷം നമുക്കെന്തൊരു ക്രീം, അതായത് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് MKയുടെ കേട്ടോ. നമ്മൾ 2 പേരും MKയുടെ തന്നെയാണ് യൂസ് ചെയ്യണത്. അപ്പം ആ ഒരു ക്രീം നമ്മുടെ തലയിൽ അങ്ങോട്ട് ചെയ്യാൻ സമയത്ത് കുറേ ഒരു 2 മണിക്കൂർ ടൈം എടുത്തു. അതിന് തല പിടിച്ച് എൻ്റെ പൊന്ന് ഗൈസ്, എൻ്റെ തല എനിക്ക് പൊക്കാനും വയ്യ എടുക്കാനും വയ്യാത്തൊരവസ്ഥയായിരുന്നു ഗൈസ്. ഇതാണ് എൻ്റെ മുടിയുടെ അവസ്ഥ. നിങ്ങൾ ഇതാണ് കേട്ടോ യൂസ് ചെയ്ത ഹെയർ ബോട്ടോക്സ്. ഇത് നല്ലൊരു റേറ്റ് വരും. MKയുടെ ആണെന്ന് ഈ പ്രൊഡക്റ്റ് നല്ല റേറ്റ് ആവും. അങ്ങനെ ഗൈസ് നമ്മുടെ തലയിൽ പിന്നെ ഈ ക്രീം തേക്കാനുള്ള പരിപാടിയാണ്. അതൊരു 2 മണിക്കൂർ എടുത്ത് ഗൈസ്. അങ്ങനെ ഗൈസ് ക്ഷമയുടെ നെല്ലിപ്പലകത്തെറ്റി 3 മണിയായപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് സ്വിഗ്ഗിയിൽ ഫുഡ് വരാൻ വലിയ വെയിറ്റിംഗ് ആണ് ഗൈസ്. സമയം ഇപ്പം 3:40 ഒരു വഹ കഴിച്ചിട്ടില്ല. പക്ഷെ കണ്ണും കാണാൻ കണ്ണും പുളന്നിരിക്കണ ഗൈസ്. ഇവളത് തുടങ്ങിയിട്ട് പോലും ഇല്ല ഗൈസ്. എൻ്റെത് ക്രീം ഇട്ട് ഇനി ഇത് വാഷ് ചെയ്തിട്ട് വേറെ എന്തൊക്കെ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ തുടങ്ങിയിട്ടില്ല. നിങ്ങളിപ്പോൾ ഇത് കാണാൻ വിചാരിക്കും ഞാൻ ഏതെങ്കിലും ബേക്കറിയിലോ ഹോട്ടലിലോ വല്ല പിന്നെ ഇങ്ങനെ എന്താ പറയുക ഫുഡ് കൊടുക്കാൻ വേണ്ടി നിൽക്കാൻ വേസ്റ്റില്ല. സമയം ഇത് സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. കാണിച്ചു തരാം. വെയിറ്റ്. നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കറിയാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ തലമുടി ചെയ്യാൻ എന്തായാലും 3 മണിക്കൂറാവും എന്നാണ് പറഞ്ഞത്. ദൈവമേ ഇളകിയ ഇപ്പം മറ്റൊരു ഹീറ്റർ വെച്ച് നമ്മുടെ ക്രീം ഇട്ടില്ലേ, അതൊന്നാണ് ഹീറ്റർ വെച്ചിട്ട് ഇതാക്കി വെച്ചേക്കാണ് ഗൈസ്. ഇനി എന്താണ് അടുത്ത പുസ്തകം എന്ന് അറിഞ്ഞുകൂടാ. അവിടെ പോയിട്ട് നമ്മൾ നോക്കാം ഗൈസ്. ഈ സാധനം കൊള്ളാം കേട്ടോ. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. നമ്മൾ സ്വിഗ്ഗിയിൽ നിന്നാണ് ഓർഡർ ചെയ്യാൻ. 149 രൂപയുടെ ഒരു കോംബോ. കുറേ കണ്ട ഈ പാത്രം മിക്ക പറഞ്ഞ് നീട്ടിക്കൊണ്ട് കഴിവെടുക്കും. കാരണം പാത്രത്തിൽ നമുക്ക് സാഹരം കൊണ്ട് പോവാം ഗൈസ്. ഇതെന്ന് പറയണത് കുറച്ച് മെനക്കെടുള്ളൊരു സ്റ്റേജാണ് ഗൈസ്. നമ്മുടെ ആ ക്രീം ഇട്ടതിന് ശേഷം അവർ മുടി ഒന്നുകൂടി ഹീറ്റ് ചെയ്തിട്ട് മുടി അയൺ ചെയ്യുന്നൊരു പരിപാടിയാണ് ഗൈസ്. ഇത് എൻ്റെ പൊന്ന് ഗൈസ്, ഇവരെ സമ്മതിക്കണോട്ടെ ഈ സലൂണിലുള്ളവരെ. എങ്ങനെ ഇത്ര സമയം അവർ കഴുത്തും കൈയും ഒക്കെ കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നതാണ് ഞാൻ ആലോചിക്കണത് ഗൈസ്. ഇതാണ് അയൺ ചെയ്തിട്ടുള്ള എൻ്റെ ഒരു മുടി. ഭയങ്കര മുടി പക്ഷെ ഒട്ടും കരുതേ. അപ്പോൾ നല്ല ഒട്ടും ഇത് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ കണ്ടു ഞാൻ മറ്റേ ഹാപ്പി ഹസ്ബൻഡ്സിലെ സലീം കുമാറിനെ പോലെ ഒന്ന് ആക്ഷൻ ഇട്ടാണ് ഗൈസ്. അങ്ങനെ എന്താ ഗൈസ്
ഇനി ഇതിന് ഹെയർ വാഷ് ചെയ്തിട്ട് വേറെ ഒന്നും കൂടി ചെയ്യാം ഗൈസ്, നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ വാഷ് ചെയ്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇന്നലെ ഒട്ടണേ, ഭയങ്കരമായിട്ട് ഒട്ടണം. ഗൈസ് എനിക്ക് ഇങ്ങനെ വെട്ടാനാണ് ഗൈസ് ഇഷ്ടം. ഇങ്ങനെ നടക്കണം മുടി ബട്ടർഫ്ലൈ കട്ടായിട്ട്. സെക്കൻഡ് വാഷാണ് ഗൈസ്. നമുക്ക് നോക്കാം ഇതിന് ശേഷം എന്താണാവാൻ പോണത് ഗൈസ്. ഗൈസ് അപ്പം എൻ്റെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി എൻ്റെ ചേച്ചി ഇരിക്കുകയാണ്. അവളെന്ന് വെച്ചാൽ ഭയങ്കര ആദ്യമേ തന്നെ ഭയങ്കര ചുണ്ടോക്കുകളെ ഹെയർ ആയിരുന്നു. അപ്പം അവളത് സ്മൂത്ത് ചെയ്തിട്ടാണ്. പിന്നെ ഇടയ്ക്ക് വന്ന് മറ്റേ ബ്രസീലിയൻ ബോട്ടോക്സ് ചെയ്തായിരുന്നു 1 ഇയർ ബാക്ക്. അപ്പം അവൾക്കിപ്പം നമ്മുടെ ഇത് തന്നെയാണ് ചെയ്യണം. നമ്മൾ ചെയ്ത ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബോട്ടോക്സാണ്. അത് എത്ര മണിക്ക് വന്നതെന്നറിയാമോ ഗൈസ്? ഒരു 12 മണിയോടേക്ക് വന്നത് ഗൈസ്. ഇനി 10 മണിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഞാൻ എന്ത് പറഞ്ഞാലും ഇവിടെ എല്ലാവരും കേൾക്കും. അതെനിക്ക് ഞാൻ പുറത്തല്ല നമ്മുടെ ഇന്നകത്ത് ഇറങ്ങിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഗൈസ്. സത്യം പറഞ്ഞാൽ മുടി ഇപ്പം ഇങ്ങനെ ഇടാൻ ഒട്ടും താല്പര്യമില്ല ഗൈസ്. നേരെയാണ് ഇട്ടിരുന്നത് എന്ന് വെച്ചാൽ ഇടുമ്പോൾ നമ്മുടെ ഈ മുടി കണ്ടത് ഒരു പിന്നെ സലീം കുമാറിൻ്റെ കണക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ ഇട്ട ഗൈസ്. നമുക്ക് കുഴപ്പമില്ല, വലിയ സീനില്ല. ഇങ്ങനെ നടക്കട്ടെ ഗൈസ്. സൂപ്പർ അടിപൊളിയാണ് ഗൈസ്, അടിപൊളി സർവീസാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പം എനിക്ക് എന്താ പറയുക, ഈ ബോട്ടോക്സ് ചെയ്യണതിൻ്റെ കൂടെ തന്നെ മറ്റേ നമ്മുടെ ബട്ടർഫ്ലൈ ലെയർ കട്ടിങ് ചെയ്ത് വേറെ എന്തെങ്കിലും കളറ്, ഈ ഒരു കളർ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും കളർ അടിക്കണമെന്നായിരുന്നു ഗൈസ് ആഗ്രഹം. അപ്പം ഇവിടുത്തെ റോഷ്നി ചേച്ചി ഇല്ലായിരുന്നു. അതാരാണ് നിൽക്കുന്നത് കേട്ടോ. ഒരു സാറിവിടെ ഉണ്ട്. അപ്പം ആ സാറാണ് പറഞ്ഞത് ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട, ഒരു 2-3 ആഴ്ചത്തേക്ക് ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട, പിന്നീട് ഇത് കഴിഞ്ഞ് വന്നതിന് ശേഷം ചെയ്യാമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ തന്നെ ചെയ്താൽ നമ്മുടെ തലയ്ക്ക് മുടിക്ക് ഒരുപാട് കംപ്ലൈൻറ്റ് വരും ഗൈസ്. ഒരു മിനിറ്റേ. ഗൈസ് അങ്ങനെ ഇവനൊരു ക്ലിപ്പ് പോലും വെക്കാൻ പാടില്ല ഗൈസ്. ഇപ്പം ഒരു 2-3 ഡേയ്സ് ഒരു ക്ലിപ്പൊന്നും വെക്കേണ്ടെന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ നമ്മുടെ ആ ഭാഗം കൊണ്ട് ഇങ്ങനെ ബെൻഡാവും. അപ്പം നമ്മൾ ചെയ്ത വെറുതെ ആവും ഗൈസിൻ്റെ പൈസ മുടക്കിയത് മൊത്തം വെറുതെ ആവും. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ഉണ്ടല്ല. ഇപ്പം ജസ്റ്റ് മുടി ഇങ്ങനെ കഴിച്ചിട്ടിരിക്കും. ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഗൈസ്. അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ജോലിക്ക് പോകുമ്പം ഞാൻ എപ്പോഴും മറ്റേ ഇങ്ങനെ പോണിട്ടേൽ കെട്ടി നെറ്റി കണ്ട ഗൈസ്. നെറ്റി ഇത്രയായി ഗൈസ്. നീ കുറച്ചുകൂടെ ഞാൻ കഷണ്ടിയാവും. അതുകൊണ്ട് പോണിട്ടേലൊന്നും കിട്ടണം ഗൈസ്. സത്യം പറഞ്ഞാൽ ചെയ്തപ്പം ഗൈസ് ഒരു സമാധാനമുണ്ട് ഗൈസ്. കണ്ട എൻ്റെ മുടി കണ്ട ഗൈസ്. ഇനിയിപ്പോൾ ഗൈസ് എല്ലാവരും വിചാരിക്കും എനിക്ക് ഭയങ്കര പട്ടിഷയാണെന്ന് ഇത് ചെയ്തിട്ട്. പട്ടിഷ എന്നല്ല ഗൈസ്, ഇനി ഞാൻ എപ്പോഴേ കാണിക്കണം അല്ലേ? ഞാൻ ചെയ്തിട്ട് കുറേ നാളായി ഗൈസ്. ബ്ലോഡറൊക്കെ ചെയ്തിട്ട് 3 വർഷം അങ്ങോട്ടായി. പട്ടിഷയല്ല ഗൈസ്, ഇവരടുത്ത് അടങ്ങിയിരിക്കില്ല. അതാണ് വേറൊരു വിഷയം. ഇരുന്നെങ്കിൽ കുഴപ്പമില്ല ഗൈസ്. ഇതൊക്കെ ഉണ്ടോ? എനിക്ക് നേരെ വകുപ്പാണ് ചേരണമെന്ന് എനിക്ക് തോന്നണം ഗൈസ്. കാരണം ഈ വകുപ്പ് എനിക്ക് ഒട്ടും ചേരില്ല. ഗൈസ് ഞാൻ പറഞ്ഞു വന്നതിൽ നേരെ വകുപ്പ് എടുക്കാമെന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി 2 മങ്കി കിട്ടിയിട്ടുണ്ട്. അതൊരു പിങ്ക് വൃത്തിയാണ് ഗൈസ്. അതുകൊണ്ട് നേരെ വകുപ്പില്ല ഗൈസ്. പിന്നെ ഗൈസ് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഇവിടുത്തെ സർവീസാണ്. നമ്മൾ വന്നപ്പോൾ തൊട്ട് ഇതുവരെയുള്ള സമയം ഇപ്പോൾ സമയം 8 മണിയാവാം ഗൈസ്. വന്നപ്പോൾ തൊട്ട് ഇതുവരെയുള്ള സർവീസ് പക്ക. ഇപ്പം നമ്മളിപ്പോൾ ഇരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഫുഡ് കൊണ്ടുവന്നോ, ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ടോ, വെള്ളം കൊണ്ടുവരട്ടെ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര എന്താ പറയുക ഗൈസ്, ഭയങ്കര നീറ്റ് സർവീസാണ്. പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വേറെ സലൂണിൽ പോകുമ്പോൾ പോയി കുറേ സമയം ഇരുന്ന് ഭയങ്കര തിരക്ക്, സൗണ്ട്, ബഹളം, പുക, പടലം അങ്ങനെയൊന്നുമില്ല ഗൈസ്. സൂപ്പർ. അപ്പോൾ എന്നും നല്ല സുഖമായിട്ടിരുന്നു ഗൈസ്. നല്ല നമുക്ക് എന്താ പറയുക, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് ഗൈസ്. സത്യം കസ്റ്റമറിനെ ഇവർ സാറ്റിസ്ഫൈഡ് ആക്കാൻ നോക്കുന്നുണ്ട് എന്നെടുത്ത് പറയേണ്ടതെന്നാണ് ഗൈസ്. നമ്മൾ 11:30ക്കാണ് അപ്പോയിൻമെൻറ്റ് എടുത്തത്. നമുക്ക് ശേഷം
ഒരു 3 മണിക്ക് എങ്ങാണ്ട് വേറെ കസ്റ്റമർ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്ത് അവരുടെ അടുത്ത് നാളെ വരാൻ പറഞ്ഞിരുന്നു. കാരണം ഇവിടെ സ്റ്റാഫുകൾ ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് അവരൊക്കെ അവർ നാട്ടിൽ പോയി 2 പേര് സ്റ്റാഫുണ്ട് ഗൈസ്. അപ്പം ഇത് ഈ പോക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ അറിയാവുന്നവരെ കൊടുത്തിട്ട് കാര്യമുള്ളൂ എന്നാണ് ആ സാർ പറഞ്ഞത്. അപ്പം ആ കസ്റ്റമറിനെ വിളിച്ചിട്ട് നാളെ വരാൻ പറഞ്ഞു ഗൈസ്. അതാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഗൈസിൻ്റെ ചേച്ചിക്ക് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവളെ മുടി. ഞാൻ പറഞ്ഞില്ലേ സമയം എടുക്കും, 10 മണിയാവുന്ന 1 മണിക്കൂർ അങ്ങനെ തള്ളി നീക്കുന്ന ഗൈസായിട്ടൊന്നും 10 റീലൊക്കെ എടുത്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക, അല്ലാതെ വേറെ വഴിയില്ല. പിന്നെ നെറ്റുമില്ല ഗൈസ്, മറ്റേ ഫോണ് ചത്ത് മരിച്ചിരിക്കുന്നു. അപ്പം ഹോട്ട്സ്പോട്ടൊന്നും ഓണാക്കാൻ പറ്റില്ല. ആ 2% ഇപ്പോൾ ഓഫാവും. ഇനി വീട്ടിൽ പോകുമ്പോൾ അമ്മയുടെ നിന്ന് 10 പള്ള് കേൾക്കേണ്ടി വരും. കേട്ടല്ലേ പറ്റൂ. കുറച്ച് നേരം ഇവിടെ വല്ല താളമിട്ടുകൊണ്ടിരിക്കാൻ കേസ് അതേ നടക്കും. അതിനകത്ത് ഭയങ്കര ലൈറ്റും പുകയും കാരണം എനിക്ക് തലവേദന എടുത്തിട്ട് വേദന മൈഗ്രൈൻ കൊണ്ടളവി കേസ്. എന്താ എൻ്റെ അവർ ചേച്ചി ഇവിടെ ഒരു സ്പോട്ട് കാണിച്ചത് കേസ്, അടിപൊളി കേട്ടോ, കാണിച്ചു തരാം. സുഖമായിട്ടിരിക്കാം ഗൈസ്. ഇവിടെ വന്ന സമയത്ത് എനിക്കിപ്പം ഓൾറെഡി താമസിച്ച് വന്നതുകൊണ്ട് ഒന്നും കാണിക്കാൻ പറ്റിയില്ല ഗൈസ്. ഞാൻ ഇപ്പോൾ ഒന്ന് കാണിക്കാം കേട്ടോ, ഇറങ്ങിയിട്ടൊന്ന് കാണിക്കാമേ. ഇത് കണ്ട ഇതാണ് ഇവിടുത്തെ ആംബിയൻസ് ഗൈസ്. സമയം ഇപ്പം 9:30 മണിയായി. ഇരുന്നിരുന്ന് വേരുറച്ചു. കൊക്കക്കോളയും കുടിച്ച് ഇവിടെ ഇരിക്കുകയാണ് ഗൈസ്. തലവേദന സഹിക്കാൻ പറ്റില്ല ഗൈസ്. കുടിച്ച് മുഖം വീഡിയോ കാണിക്കുന്ന ഗൈസ് പറഞ്ഞു വെച്ച് കാണിച്ചാൽ വെള്ള ലൈറ്റ് വേണ്ട ഗൈസ്, വെള്ള ലൈറ്റാണ് തലവേദന. ഞാൻ കുറച്ച് ഉറങ്ങി കേട്ടോ അടുത്തൊന്ന് ഇവിടെ ഇരിടന്ന് ഉറങ്ങിപ്പോയി കുറച്ച് ഗൈസ്. ഞാൻ ഒരു കാര്യം പറയട്ടോ, ഈ നമ്മുടെ ഈ സലൂണിലുള്ള ആരായാലും ഇവിടെ നിന്നല്ല ആരായാലും ഞാൻ സമ്മതിക്കുന്ന കേസ് ഇങ്ങനെ പറ്റണമെന്തോ. ഈ 3 മണിക്കൂറൊക്കെ നിന്നിട്ട് സമ്മതിക്കണം. ആ കൈ വേനിക്കൂര്, കഴുത്ത് വേനിക്കൂര്. എല്ലാ ജോലിക്കും അതിൻ്റേതായ കഷ്ടപ്പാടുണ്ട് സത്യം. നാളെ ഇനി ഈ മുടി ഇങ്ങനെ ഇട്ടുകൊണ്ട് ഞാൻ എങ്ങനെ ജോലിക്ക് പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഗൈസ്. അതുകൊണ്ട് അതൊക്കെ കളിയാക്കി കൊല്ലുകയുള്ളൂ. എന്തായാലും ജോലിക്ക് പോയേ പറ്റൂ. അതുകൊണ്ട് ഞാൻ എന്തായാലും 2 ദിവസം മുടി കെട്ടാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര ഇറിറ്റേഷനാണ് ഗൈസ് ഇങ്ങനെ അഴിച്ചിട്ട്. ഗൈസ് ഇവിടെ നോക്ക്, ഇപ്പുറത്ത് നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തൊരു ഫ്ലാറ്റ് ഉണ്ട്. അവിടെ കുറേ ഫ്ലാറ്റ് ഉണ്ട്. ഇവിടെ അവിടുത്തെ ഒരു ഫ്ലാറ്റിലാണ് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ താമസിക്കണം. ഫ്ലാറ്റ് കാണിച്ചു തരാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഫ്ലാറ്റിലാണ് ധ്യാൻ ശ്രീനിവാസൻ താമസിക്കുന്നത്. ഇവിടെയൊക്കെ കുറേ ഫ്ലാറ്റുകളുണ്ട്. ഓരോ ഫ്ലാറ്റിലെയും ജനാലയ്ക്ക് ഓരോ കഥ പറയുന്നുണ്ടാവും എന്നല്ലേ എന്നാണ് ഗൈസ്. ഈ ഒരു അവസരത്തിൽ ഞാനൊരു നഗ്നസത്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഗൈസ്. ഇടയ്ക്ക് എൻ്റെ അടുത്ത് ആരോ പറഞ്ഞു, പക്ഷേ നിൻ്റെ മുഖം എങ്ങനെയടി ഇത്ര ക്ലിയർ ആയിട്ടിരിക്കണേ, ഒരു കുരു പോലും ഇല്ലാതെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. കണ്ടില്ലേ? 1 കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. 1 2 3 ഈ സൈഡ് മൊത്തവും കുരു തന്നെ ഗൈസ്. വിളിദോഷം, ദൃഷ്ടിദോഷം, ഇതാണ് ഗൈസ് പറയണത്. അവർ വിചാരിക്കുന്ന എനിക്ക് പ്രാന്താണെന്നാണ് ഞാൻ ഒറ്റയ്ക്കിരുന്ന് വർത്തമാനം പറയുമ്പോൾ. അവർക്കറിയില്ലല്ലോ. ഒരവസരം കിട്ടിയാൽ അവരെയും കൂടെ കൊണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കും. നോക്കട്ടെ. ചിരിച്ചിരിച്ച് കളിച്ചിരുന്നു. കോളേജൊക്കെ ചേർന്ന് കൊടുത്തായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചേക്കാം. ഫോണിന് മുന്നേ ആർക്കെങ്കിലും
ഇപ്പം നമ്മുടെ എന്തെങ്കിലും ഹെയറിൽ ബ്രൈഡലോ മുടിക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റോ സ്കിന്നിനോ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സമാധാനമായിട്ട് നമുക്കൊരു ഒരിടത്തിരുന്ന് നമുക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നതാണ്. ഞാൻ പോയിട്ടുള്ള സലൂണുകളിലൊക്കെ വെച്ചിട്ട് ഒന്നിനും ഞാൻ കുറ്റം പറയണതല്ല ഗൈസ്, പോയിട്ടുള്ള സലൂണുകളെന്ന് വെച്ചിട്ട് ഭയങ്കര ഫ്രണ്ട്ലി മൈൻഡാണ്. ഇപ്പോഴും കൂടി ഇവിടുത്തെ ചേട്ടൻ വന്ന് ചോദിച്ചായിരുന്നു കേട്ടോ, ചേട്ടൻ പറയുമെന്ന് അറിഞ്ഞൂടാ, സാർ ഇവിടുത്തെ ചേച്ചിമാരൊക്കെ സാറെന്നാണ് വിളിക്കണം കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് ചേട്ടൻ വിളിയും കുഴപ്പമൊന്നുമില്ല. ചേട്ടൻ വന്ന് ചോദിച്ചു, നമ്മളെ കുടിക്കാൻ വരെ വേണോ, ജ്യൂസ് എന്തെങ്കിലും വാങ്ങിക്കട്ടെ, നീ ഭയങ്കര മെഗീനായിട്ട് ഞാൻ ഇവിടെ വന്നിരുന്നായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞോട് ഗൈസ്. എല്ലാവരും ചോദിച്ചു എന്തെങ്കിലും വെള്ളം വേണോ, കഴിക്കാൻ തരുമോ. പാവങ്ങൾ ഫ്രണ്ട്ലിയാണ് കേട്ടോ. റോഷിനി ചേച്ചിയും അതുപോലെ തന്നെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അന്ന് വന്നപ്പോൾ കണ്ടു. അപ്പോൾ ചേച്ചി തന്നെ പറഞ്ഞു നെക്സ്റ്റ് വരുമ്പോഴത്തേനും ഇനി സ്മൂത്ത് ചെയ്യാൻ പറ്റില്ല, സമ്മതിക്കില്ല, തൽക്കാലത്തേക്കാണ് അന്ന് ചെയ്തു തന്നത്. സോ അതുകൊണ്ടാണ് ചേച്ചി നമ്മൾ ബോട്ടോക്സ് ചെയ്യുന്നതിനെ തീരുമാനിച്ചതാകുമ്പം ഓർഗാനിക് ട്രീറ്റ്മെൻറ്റാണ്, കെമിക്കലൊന്നുമില്ല. സോ ഹാപ്പി വിത്ത് അസ്. ഇത് ലൊക്കേഷൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ എടപ്പഴഞ്ഞി റോഡ് വഴി നേരെ വന്നിട്ട് ശാസ്തമംഗലം ഇവിടെ വന്നിട്ട് റോഷിനി നമ്മുടെ ഈ നേരെ ആ റോഡ് ഇറങ്ങി നേരെ വരുമ്പോൾ തന്നെ വല സൈഡ് റോഷിനി ഒരു ബോർഡുണ്ട്. അത്രയും ഗൈസ്. അങ്ങനെ ഗൈസ് ഇറങ്ങാൻ സമയമായപ്പോൾ ഇതുപോലൊരു മഴയിൽ ഇടിവെട്ടി മഴ 11:30 മണിക്കാണ് ഗൈസ് ഇങ്ങനൊരു മഴ പെയ്തത്. എൻ്റെ പൊന്നു ഗൈസ്, എങ്ങനെ പോവും? വണ്ടിയിലാണ് വന്നത് ഗൈസ്. ഇത്രയും പൈസ കൊടുത്ത് ചിലവാക്കിയിട്ട് വണ്ടിയിൽ പോയാൽ മുടി മൊത്തം നനഞ്ഞ് അവസാനക്കോളാവും. അങ്ങനെ അവിടുത്തെ സാറാണ് നമ്മളെ കാറിലൊന്ന് ഡ്രോപ്പ് ചെയ്ത് കരമന വരെ. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഒരു ഊബർ പിടിച്ച് നേരെ വീട്ടിൽ പോയി ഗൈസ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ഇടണം. സീ യു ഗൈസ്. ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ, സീ യു.